എൻ്റെ സഹസംവാദകൻ ശ്രീ ടോമി സെബാസ്റ്റ്യൻ ആദ്യം ഉന്നയിച്ച വാദം ജൂതന്മാരെ പോലെ പീഡിപ്പിക്കപ്പെട്ട ഒരു ജനത ഇല്ല ചരിത്രത്തിൽ എന്നുള്ളതാണ്. ഞാൻ അദ്ദേഹത്തോട് 100% യോജിക്കുന്നു. ലോകത്തെ ഏറ്റവും ആൻഷ്യൻ ഹേറ്റ്രഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ല, അത് ആൻറ്റി സെമിറ്റിസമാണ്. പക്ഷെ ആരാണ് ജൂതന്മാരെ പീഡിപ്പിച്ചത്? അറബികളാണോ? മുസ്ലിങ്ങളാണോ? പലസ്തീനിൽ ഇപ്പോഴോ മുൻപോ താമസിച്ചവരാണോ? അല്ല. ആരിൽ നിന്നാണ് ജൂതർക്ക് ഇത്ര വലിയ പീഡനം വാങ്ങേണ്ടി വന്നത്? ജൂതന്മാരുടെ ആദ്യത്തെ ടെമ്പിൾ, ശലമോൻ്റെ ടെമ്പിൾ തകർക്കപ്പെടുന്നത് ബാബിലോണിയക്കാരുടെ അധിനിവേശത്തിലാണ്. ആ സമയത്താണ് ലക്ഷക്കണക്കിന് ജൂതരെ ഇപ്പോൾ ഇസ്രയേൽ നിൽക്കുന്ന ഭൂപ്രദേശത്തു നിന്ന് ബാബിലോണിയയിലേക്ക്, ഇറാഖ് പ്രദേശത്തേക്ക് നാടുകടത്തിയത്. അതിനുശേഷം ജൂതർ അതിന് സമാനമായ വലിയ കുറ്റകൃത്യം ഏറ്റുവാങ്ങിയത് എപ്പോഴാണ്? അത് AD 70 ഇസ്ലാം മതം രൂപം കൊള്ളുന്നതിന് 6 നൂറ്റാണ്ട് മുമ്പ് AD 70 റോമാക്കാർ ജെറൂസലേം അധിനിവേശം നടത്തി ടൈറ്റസിൻ്റെ നേതൃത്വത്തിൽ അന്നത്തെ അതിഭീകരമായ കുറ്റകൃത്യങ്ങൾ, അതായത് ഈ വാല്യുബിൾസൊക്കെ, രത്നങ്ങളൊക്കെ വിഴുങ്ങിയ മനുഷ്യരുടെ വയറ് പിളർന്ന്, ജീവനോടെ വയറ് പിളർന്ന് ആ രത്നങ്ങളെടുത്ത സംഭവം പോലും ഉണ്ടായിട്ടുണ്ട്. ജൂതരെ മുച്ചൂട് മുടിപ്പിച്ച് നശിപ്പിച്ച് കത്തിച്ച് കളഞ്ഞു, നാമാവശേഷമാക്കി കളഞ്ഞു. ആര്? AD 70 റോമാക്കാരാണ്, അതല്ലാതെ അറബുകളല്ല. അന്ന് ഇസ്ലാം മതം ഈ ലോകത്തുണ്ടായിട്ട് പോലുമില്ല. അങ്ങനെയാണ് ആദ്യത്തെ 2 ടെമ്പിളുകൾ തകർക്കപ്പെടുന്നത്. അപ്പോൾ അതിനുശേഷം ആൻറ്റി സെമിറ്റിസത്തിൻ്റെ വലിയ ചരിത്രമുണ്ട്. എവിടെ? ഏഷ്യയിലാണ്. അല്ലെങ്കിൽ ഇപ്പോൾ യുദ്ധം നടക്കുന്ന മിഡിൽ ഈസ്റ്റിലാണോ? അല്ല, യൂറോപ്പിലാണ് ജൂതർ അതിഭീകരമായി പീഡിപ്പിക്കപ്പെട്ടത്. അതിന് വലിയ ഒരു ചരിത്രമുണ്ട്. അതിൽ ഏറ്റവും പ്രാചീനമായ 2 ചരിത്രം, ആദ്യം ബാബിലോണിയക്കാരുടെയും രണ്ടാമത്തേത് റോമാക്കാരുടെയും ആക്രമണമാണ്. അതിനുശേഷം ചരിത്രത്തിൽ നടന്ന ഏറ്റവും വലിയ ആക്രമണത്തിലേക്ക്, അത് കുരിശുദ്ധത്തിൻ്റെ സമയത്താണ്, ഞാൻ അതിലേക്ക് വരാം. അതിനു മുൻപ് ഈ അറബ്, നേരത്തെ രണ്ടാമത്തെ വാദമായി പറഞ്ഞത് ജൂതരെ കൊന്നു തീർക്കണം, അവസാനത്തെ ജൂതനെയും നിശേഷം നശിപ്പിക്കുക എന്നുള്ളത് മതപരമായിട്ടുള്ള ഒരു ആവശ്യമാണ്. അപ്പോൾ അത് നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് ജൂതരെ കൊലപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ജൂതരെ ഉന്മൂലനാശം വരുത്താനുള്ള ഒരു പദ്ധതി നടപ്പാക്കുന്നത് എന്നാണ് അദ്ദേഹം വാദിച്ചത്. ശരിയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പറയുന്ന ഇസ്ലാം മതം രൂപം കൊണ്ട കാലം മുതൽ അങ്ങനെ നടക്കണമല്ലോ. എന്നാണ് ആദ്യമായി ഒരു മുസ്ലിം റൂളർ ഈ പ്രദേശത്തുണ്ടാവുന്നത്? അത് AD 636 AD 636 സോഡ് ഓഫ് ഇസ്ലാം എന്നറിയപ്പെട്ട ഖാലിദ് ബിൻ വാലിദ് ജെറൂസലേം കീഴടക്കുന്നു. അങ്ങനെ ജെറൂസലേം കീഴടക്കിയതിന് ശേഷം രണ്ടാമത്തെ ഖലീഫ ഉമർ ജെറൂസലേമിലേക്ക് എത്തുകയാണ്. ഇന്ന് ബൈസാന്റിയന്മാരാണ് ആ പ്രദേശം ഭരിക്കുന്നത്. അപ്പോൾ ബൈസാന്റിയൻ രാജാവ് ഈ ടെമ്പിൾ മൗണ്ടിലേക്ക് ഖലീഫ ഉമറിനെ ക്ഷണിച്ചു. അദ്ദേഹം അവിടെ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു. ആ സ്ഥലത്താണ് പിന്നീട് അൽ അക്സ പള്ളി ഉണ്ടായത്. അങ്ങനെ ഖലീഫ ഉമറിൻ്റെ ഭരണകാലത്ത്, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ജൂതന്മാരെ മുഴുവൻ കൊന്നു തീർക്കണം എന്ന് മതപരമായ നിയമം ഉണ്ടെങ്കിൽ അന്ന് ജൂതന്മാരെ മുഴുവൻ കൊന്നു തീർക്കണ്ടേ? AD 70 സംഭവിച്ചതുപോലെ, അതല്ലെങ്കിൽ അതിനു മുമ്പ് ബാബിലോണിയൻ അധിനിവേശത്തിൽ സംഭവിച്ചതുപോലെ എന്തെങ്കിലും AD 636 ഉണ്ടായോ? ഉണ്ടായിട്ടില്ല എന്നാണ് ചരിത്രം. അതിനുശേഷം അവിടെ ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എക്സിസ്റ്റ് ചെയ്തു എന്നാണ് ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ തന്നെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ, ചരിത്രം വളരെ വ്യക്തമായി പറയുന്നത്. ഖലീഫ ഉമർ ആദ്യമായി ജെറൂസലേമിൽ ഒരു ഗവർണറെ നിയോഗിച്ചപ്പോൾ അതൊരു ജൂവായിരുന്നു, ഒരു ജൂത മതത്തിൽപ്പെട്ട ഒരാളെ അവിടെ ഗവർണറായി നിയോഗിച്ചതിന് ശേഷമാണ് ഉമർ തിരിച്ചു പോകുന്നത്. അതിനുശേഷം അവിടെ വന്നിട്ടുള്ള രാജവംശങ്ങളെടുത്താൽ ഉമൈദുകളെ എടുക്കൂ, മുആവിയ എന്ന രാജാവാണ് അവിടെ ആദ്യത്തെ അറബുകളുടെ സീസർ എന്നാണ് അറിയപ്പെടുന്നത്. സമ്പൂർണ്ണ ഭരണം വർഷങ്ങളോളം നടത്തിയ ആദ്യത്തെ അറബ് റൂളർ മുആവിയയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്തെപ്പറ്റി ചരിത്രകാരന്മാർ എഴുതുന്നത് എന്താണ്? അദ്ദേഹം ജൂതരുടെയും ക്രിസ്ത്യാനികളുടെയും സുഹൃത്തായിരുന്നു. അദ്ദേഹത്തെ കരഘോഷങ്ങളോടെയാണ് ടെമ്പിൾ മൗണ്ടിലേക്ക് ആനയിച്ചത് തന്നെ എന്ന് ചരിത്രം പറയുന്നു. നൂറ്റാണ്ടുകൾ പിന്നെയും കടന്നുപോയി. പല സുൽത്താൻമാറുകൾ വന്നു, പല വാർ ലോഡ്സാണ്. നമ്മൾ 5ാമത്തെ 6ാമത്തെ 7ാമത്തെ 8ാമത്തെ ഒക്കെ നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ ആലോചിക്കണം. അബ്ബാസിദുകൾ, ഫാത്തിമിഡുകൾ എന്നൊക്കെ പറഞ്ഞ് പല രാജവംശങ്ങൾ അവിടെ വന്നു. വലിയ തോതിൽ ജൂതരും ക്രിസ്ത്യാനികളും ആക്രമിക്കപ്പെട്ട ഒരു ഘട്ടം എന്ന് പറയുന്നത് ഹക്കീമിൻ്റെ ഭരണകാലത്താണ്. അന്ന് അവിടെ ജൂതർക്കും ക്രിസ്ത്യാനികൾക്കും ആരാധനാ സ്വാതന്ത്ര്യം തന്നെ നിഷേധിക്കപ്പെട്ട ഒരു ഘട്ടമുണ്ടായിട്ടുണ്ട്. അത് സത്യമാണ്. പക്ഷേ അത് നേരത്തെ പറഞ്ഞതുപോലെ മതം പറയുന്നത് കൊണ്ടാണോ? അങ്ങനെ ആവാൻ ഒരു വഴിയില്ല. കാരണം റംസാൻ വ്രത അനുഷ്ഠാനം തന്നെ നിരോധിച്ചിട്ടുള്ള ആളായിരുന്നു ഹക്കീം. അയാൾ 36ാമത്തെ വയസ്സിൽ അപ്രത്യക്ഷനാവുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകനായ സാഹിർ പുതിയ ഖലീഫയായിട്ട് അവിടെ അധികാരത്തിലെത്തിയപ്പോൾ ഈ മതപരമായ അവകാശങ്ങളെല്ലാം പുനഃസ്ഥാപിക്കപ്പെടുകയാണ് ഉണ്ടായത്. സിനഗോഗുകളും ക്രിസ്ത്യൻ പള്ളികളും വീണ്ടും ജെറൂസലേമിൽ ഉയരുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ചരിത്രം. പിന്നെ
അപ്പോൾ 6-ാം നൂറ്റാണ്ടിൽ ഇസ്ലാം വരുന്നു. AD 636 ഈ പ്രദേശം ഇസ്ലാമിക ഭരണത്തിന് കീഴിലാവുന്നു. അന്ന് ജൂതർക്കവിടെ അഭിമാനത്തോടുകൂടി അവരുടെ ആരാധനകൾ അനുഷ്ഠിച്ച് ജീവിക്കാൻ കഴിഞ്ഞു. ജസിയ എന്നൊരു നികുതി ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പരമാവധി നമുക്ക് ഇന്നത്തെ കാലത്ത് നിന്ന് പറയാൻ കഴിയുന്ന ഒരു അട്രോസിറ്റി. അതിനപ്പുറത്ത് അവിടെ ജൂതരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കോ എക്സിസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. പിന്നെ ചരിത്രത്തിലെ വലിയ അറ്റാക്ക് വരുന്നത് റെയ്മണ്ടിന്റെ പിൽഗ്രിംസ് വരുമ്പോഴാണ്, കുരിശുയുദ്ധ സമയത്താണ്. അന്നാണ് കുഞ്ഞുങ്ങളെ മതിലിലടിച്ച് കൊലപ്പെടുത്തി എന്ന് ചരിത്രം എഴുതുന്നത്. അന്ന് ഈ ജൂതരും മുസ്ലിങ്ങളും ഒരുമിച്ച് നിന്നാണ് കുരിശുയുദ്ധത്തെ നേരിട്ടത് എന്ന് അറിയാമോ? അതാണ് ചരിത്രം. അതിനുശേഷം അയ്യൂബിദുകൾ ഇതിനുശേഷം വന്ന ഭരണകൂടം, അതിനുശേഷം തുർക്കി സുൽത്താനേറ്റിൻ്റെ ഓട്ടോമൻ ഭരണം, ഇതൊക്കെ വരുന്നു. അപ്പം ചരിത്രത്തിൽ ജൂത കൂട്ടക്കൊലകൾ നടത്തിയിട്ടുള്ളത് ഈ ജെറൂസലേമിൻ്റെ അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ തന്നെ ജൂത കൂട്ടക്കൊലകൾ നടത്തിയത് അറബുകളല്ല, മുസ്ലിങ്ങളല്ല. അതുകൊണ്ട് വേദപുസ്തകത്തിലോ മറ്റോ ജൂതരെ കൊല്ലണം എന്ന് പറയുന്നുണ്ട്. അതാണ് ഇവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. അറബുകൾ ജൂത കൂട്ടക്കൊല നടത്തി എന്നുള്ളത് ഈ പറയുന്ന പിന്നീട് വന്നിട്ടുള്ള മിലീഷ്യകളുടെ ഭീകരാക്രമണം അല്ലാതെ ആസൂത്രിതമായൊരു ജൂതവംശഹത്യയുടെ ചരിത്രമില്ല. ആസൂത്രിതമായൊരു ജൂതവംശഹത്യയുടെ ചരിത്രം യൂറോപ്പിലാണ് ഉണ്ടായിട്ടുള്ളത്. അത് എത്ര നൂറ്റാണ്ടുകളിൽ, 17, 18, 19 നൂറ്റാണ്ടുകളിലൊക്കെ ഈ ഇസ്രയേൽ എന്ന് പറയുന്ന ദേശരാഷ്ട്രത്തിൻ്റെ പിറവിക്ക് ഇടയാക്കിയ സംഭവം തന്നെ ആൻറ്റിസെമിറ്റിസമാണ്. ആരുടെ ആൻറ്റിസെമിറ്റിസം? 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം റഷ്യയിൽ അന്ന് റഷ്യൻ സാർ ചക്രവർത്തി കൊല്ലപ്പെടുന്നു. റഷ്യയിലെ സാർ ചക്രവർത്തിയുടെ കൊലപാതകത്തെ തുടർന്ന് റഷ്യയിലാകെ ജൂതർക്ക് നേരെ വലിയ ആക്രമണമാണ് നടക്കുന്നത്. റഷ്യയിൽ, അതുപോലെ തന്നെ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ. തിയഡോർ ഹെർസൽ ആസ്ട്രിയക്കാരനാണ്. ഓസ്ട്രിയയിൽ, ജർമ്മനിയിലാണ് നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ഹോളോകോസ്റ്റിൻ്റെ ചരിത്രം പറഞ്ഞല്ലോ. 60 ലക്ഷത്തിന് മുകളിൽ ജൂതന്മാർ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ അടയ്ക്കപ്പെട്ട് കൊല്ലപ്പെടുന്നത് അഡോൾഫ് ഹിറ്റ്ലറുടെ ജർമ്മനിയിലാണ്. അപ്പോൾ യൂറോപ്പിലേക്ക് അസിമിലേറ്റ് ചെയ്യാൻ ജൂതരെ അനുവദിക്കാതെ ആ ജൂതർ വംശഹത്യക്ക് വിധേയമായത് യൂറോപ്പിലാണ്. അപ്പോൾ അവർക്കൊരു നാഷണൽ ഹോം വേണമെങ്കിൽ അത് യൂറോപ്പല്ലേ ഒരുക്കി കൊടുക്കേണ്ടത്. യൂറോപ്പിൻ്റെ പാപങ്ങൾക്ക്, യൂറോപ്പിൻ്റെ സിൻസിന് മിഡിൽ ഈസ്റ്റിലെ മനുഷ്യർ പിഴമൂളണോ? യൂറോപ്പിലെ അന്നത്തെ കാലത്തെ ഭരണാധികാരികൾ ആ കാലത്തെ ജൂതരോട് ചെയ്തതിൻ്റെ പ്രതികാരം മിഡിൽ ഈസ്റ്റിൽ ദൂരെ കിടക്കുന്ന മനുഷ്യരുടെ മുകളിലാണോ തീർക്കേണ്ടത് എന്നുള്ളതാണ് ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ. ചരിത്രത്തിൽ നമ്മൾ പ്രാചീന ചരിത്രവും മധ്യകാല ചരിത്രവും ആധുനിക ചരിത്രവും എടുത്താൽ അറബുകൾ മതപരമായ ഏതെങ്കിലും ആഗ്രഹ നിമിത്തം ജൂതരെ കൂട്ടക്കൊല ചെയ്ത ചരിത്രമില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഖലീഫ ഉമർ ആദ്യമായി ജെറൂസലേം കീഴടക്കുമ്പോൾ, അല്ലെങ്കിൽ ഖാലിദ് ബിൻ വാലിദ് കീഴടക്കുമ്പോൾ, ഉമവിയ ഭരണം ഉണ്ടാവണം. അങ്ങനെ ഒന്നും ചരിത്രത്തിൽ ഇല്ല എന്ന് നിങ്ങൾക്ക് ചരിത്രം നിഷ്പക്ഷമായി വായിച്ചാൽ മനസ്സിലാവും. രണ്ടാമത്തെ കാര്യം, ഈ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമാകുമ്പോഴേക്ക് ജൂതരെല്ലാവരും കൂടി ഈ പലസ്തീൻ പ്രദേശത്തേക്ക് അങ്ങ് ഒഴുകിപ്പോയി എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ടോമി പറയുന്നത്. ജൂതരാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ശാസ്ത്രം എന്ന് പറയുന്നത് തിയഡോർ ഹെർസലിൻ്റെ ദി ജൂയിഷ് സ്റ്റേറ്റ് എന്ന ലഘുലേഖയാണ്. ജൂയിഷ് സ്റ്റേറ്റിൽ എന്താണ് ഹെർസൽ പറയുന്നതെന്ന് അറിയാമോ? ജൂതർക്ക് ഒരു രാഷ്ട്രം, ഒരു നാഷണൽ ഹോം അനിവാര്യമാണ്. എവിടെ എന്ന ചോദ്യം വരുന്നു. അദ്ദേഹം പറയുന്നത് ഒന്നുകിൽ പലസ്തീനിൽ അല്ലെങ്കിൽ അർജന്റീനയിൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അന്ന് ചരിത്രത്തിൻ്റെ നിയോഗത്തിൽ അർജന്റീന എങ്ങാനും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നെങ്കിൽ ലയണൽ മെസ്സിയും റിക്വൽമിയും മറഡോണയും ഒക്കെ പരിചിതമാക്കിയിട്ടുള്ള ആ സ്ഥലം ഇന്നിപ്പോൾ അഭയാർത്ഥികളുടെ, അവിടുത്തെ ആക്രമിക്കപ്പെടുന്ന മനുഷ്യരുടെ, തദ്ദേശീയ വാസികളുടെ കണ്ണീർ കഥയായി മാറിയേനെ. അർജന്റീന ഒരു ചോയ്സായിരുന്നു, തിയഡോർ ഹെർസൽ മുന്നോട്ട് വെച്ച ചോയ്സായിരുന്നു. അല്ലാതെ എല്ലാവരും കൂടി അങ്ങ് ഈ പറഞ്ഞ മധ്യദേശത്തേക്ക് ഒഴുകുകയല്ല ചെയ്തത്. അദ്ദേഹം തിയഡോർ ഹെർസൽ കൈസർ വിൽഹം രണ്ടാമൻ ജർമ്മൻ ചക്രവർത്തി മുഖേനയും നേരിട്ടുമൊക്കെ പലവട്ടം ഓട്ടോമൻ സുൽത്താനുമായി ചർച്ച നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആവശ്യം, തുർക്കി ഭരണകൂടത്തിന് വേണ്ട പണം ഞങ്ങൾ സംഘടിപ്പിച്ച് തരാം, ഞങ്ങളെ എങ്ങനെയെങ്കിലും ഈ പലസ്തീൻ ഒന്ന് വിട്ടുതന്ന് ഇവിടെ താമസിക്കാൻ അനുവദിക്കണമെന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞതുപോലെ ഉദാരമായ സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാവരെയും കൂടെ ഒരു സ്ഥലത്ത് സെറ്റിൽ ചെയ്യാൻ കഴിയില്ല. എൻ്റെ കിങ്ഡത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് ഈ ജൂതരായ ആളുകൾ ഭൂമി വാങ്ങിച്ചോട്ടെ. അങ്ങനെ ഭൂമി വാങ്ങിച്ച് ആണ് അവിടുത്തെ ആദ്യത്തെ കുടിയേറ്റം നടക്കുന്നത്. അല്ലാതെ ഒരു വാഗ്ദത്ത പ്രദേശത്തേക്ക് ജൂതരാകെ അങ്ങ് ഒഴുകിപ്പോയതല്ല. ഈ രാഷ്ട്രം വേണം എന്ന ആവശ്യം അദ്ദേഹം തിയഡോർ ഹെർസൽ മുന്നോട്ട് വയ്ക്കുന്നു. ഒന്നാം സിയോണിസ്റ്റ് കോൺഗ്രസ് ചേരുന്നു. അതിനിടയ്ക്ക് ബ്രിട്ടനുമായി, അന്നാണ് ബ്രിട്ടൻ, ഇന്നിപ്പോൾ അമേരിക്കയെ പോലെ അന്ന് ബ്രിട്ടനാണ് ലോക പോലീസ്, സാമ്രാജ്യത്വ ശക്തിയാണ്. അന്ന് ബ്രിട്ടനോട് പറയുമ്പോൾ ഒരു രാഷ്ട്രം വേണം എന്നുള്ളൂ, ഞങ്ങൾക്ക് കയറി കിടക്കാനൊരു ഇടം വേണം. അപ്പോൾ തിയഡോർ ഹെർസൽ ഈ പറഞ്ഞ തുർക്കി സമ്മതിക്കില്ല, അതുകൊണ്ട് പലസ്തീൻ കിട്ടില്ല എന്ന് തോന്നിയപ്പോൾ അടുത്ത സ്ഥലം ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ദുലേഖ ഇല്ലെങ്കിൽ തൊഴി എന്ന് പറഞ്ഞതുപോലെ സൈപ്രസ് കിട്ടുമോ എന്ന് ചോദിക്കുന്നു. സൈപ്രസ് കിട്ടുമെന്ന് ചോദിക്കുന്നു. അപ്പോൾ സൈപ്രസ് പറ്റില്ല. അപ്പോൾ സിനായി കിട്ടാൻ വല്ല സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ സിനായി കിട്ടുന്നില്ല. അപ്പോൾ ബ്രിട്ടൻ അന്ന് അങ്ങോട്ടൊരു പ്ലാൻ വെച്ചിട്ടുണ്ട്, ഉഗാണ്ടൻ പ്ലാൻ
എന്നാണ് അറിയപ്പെടുന്നത്. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഒരു രാഷ്ട്രം ഉഗാണ്ടയിൽ ഉണ്ടാക്കിക്കൊള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഉഗാണ്ടയിൽ ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം അവിടുത്തെ വൈറ്റ് സെറ്റിലേഴ്സ് എതിർത്തു, ഇവരിങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു. ആൻറ്റി സെമിറ്റിസം അത്ര പ്രിവേലൻ്റ് ആയിരുന്നു എന്ന് ഓർക്കണം. അങ്ങനെ അർജന്റീനയിലും സൈപ്രസിലും ഉഗാണ്ടയിലും സിനായിലും ഒന്നും നടക്കാതെ പോയ ഒരു പ്ലാനാണ് ഏറ്റവും ഒടുവിൽ ഇവിടെ നടന്നിട്ടുള്ളത്. അതിന് വലിയ ചരിത്രമുണ്ട്. ടൈം ഔട്ട് ആയതുകൊണ്ട് അടുത്ത ഊഴത്തിൽ പറയാം.